വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന 15/6/2024 മുതൽ 21/6/2024 വരെയുള്ള എന്താണ് ഒരാഴ്ചത്തെ കറണ്ട് അഫയേഴ്സാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ ന്യൂസ്. എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് എന്താണ് ആദ്യത്തെ ന്യൂസ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദാറ്റ് മീൻസ് RBI, in its latest bi-monthly monetary policy review opted to maintain the repo rate unchanged for the 8th consecutive time amid discussions on the inflation targeting and economic growth. അതായത് എന്താണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും എന്താണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ എക്കോണമിക് ഗ്രോത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്തിരുന്നു അവരുടെ ഏതിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു? ബൈ മന്ത്ലി മോണിറ്ററി പോളിസി റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലെന്തിൽ വ്യത്യാസം വന്നിട്ടില്ല? റിപ്പോ റേറ്റിൽ വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ റിപ്പോ റേറ്റ് തീരുമാനിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത് റിപ്പോ റേറ്റ് തീരുമാനിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റാം നമുക്ക് കാണാൻ സാധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ആൻഡ് മാനേജ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നതാണ് ഇത് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കൺട്രോൾ എ നേഷൻസ് ഓവറോൾ മോണിറ്ററി സപ്ലൈ ആൻഡ് അച്ചീവ് എക്കോണമിക് ഗ്രോത്ത്. അതായത് എന്താണ് ഓവറോൾ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിനും എക്കോണമിക് ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് ഫ്രം ഫിസിക്കൽ പോളിസി വിച്ച് മാനേജ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന ഫിസിക്കൽ പോളിസി പോലല്ല, മറ്റ് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ദ സ്പെൻഡിങ് ആൻഡ് ടാക്സേഷൻ ഇൻ ഇന്ത്യൻ എക്കോണമിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മോണിറ്ററി പോളിസി കമ്മിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഡിറ്റർമൈൻ ദ പോളിസി റേറ്റ് റിക്വയർഡ് ടു അച്ചീവ് ദ ഇൻഫ്ലേഷൻ ടാർഗറ്റ് 4+2% ഓഫ് ഉജിത് പട്ടേൽ കമ്മിറ്റിയാണ് ഇതിൻ്റെ റെക്കമെൻഡേഷൻ. ഇനി ഇതിൻ്റെ ലീഗൽ ഫ്രെയിം വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 45ZB ഓഫ് ദ അമെൻമെൻറ്റ് RBI ആക്ടിൻ്റെ അണ്ടറിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ ഏകദേശം 6 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ 6 അംഗങ്ങളിൽ ശ്രദ്ധിക്കണം, 3 പേരെപ്പോഴും എവിടെ നിന്നായിരിക്കും? RBIയിൽ നിന്നായിരിക്കും. 3 പേരെപ്പോഴും എവിടെ നിന്നായിരിക്കും? യൂണിയൻ ഗവൺമെൻറ്റിൽ നിന്നുമായിരിക്കും. ഓക്കെ, അപ്പോൾ 3 പേര് എവിടെ നിന്നാണ്? RBI എന്നും 3 പേര് എവിടെ നിന്നാണ്? യൂണിയൻ ഗവൺമെൻറ് എന്നും. അങ്ങനെ ടോട്ടൽ 6 അംഗങ്ങളാണ് ഇതിലുണ്ടാവുക, മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഉണ്ടാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ആൻഡ് MPC റിക്വയർഡ് ടു മീറ്റ് അറ്റ്ലീസ്റ്റ് 4 times ഇൻ എ ഇയർ. ഒരു വർഷം എന്ത് ചെയ്യണം? 4 വട്ടമെങ്കിലും സമ്മേളിക്കണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈച്ച് മെമ്പർ ഓഫ് ദ മോണിറ്ററി പോളിസി കമ്മിറ്റി ഹാസ് 1 vote ആൻഡ് ദ ഇവൻറ്റ് ആൻഡ് ഇക്വറ്റി ഓഫ് വോട്ട്സ് ദ ഗവർണർ ഹാസ് സെക്കൻഡ് ഓർ കാസ്റ്റിംഗ് വോട്ട്. അതായത് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാമെന്ന് വയ്ക്കുക. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് റിപ്പോ റേറ്റ്. ഈ റിപ്പോ റേറ്റ് നിലവിൽ ഒരു 3% ആണെന്ന് വയ്ക്കുക. ഒരു എക്സാമ്പിളാണ്, 3% അല്ല കേട്ടോ, ഞാൻ എക്സാമ്പിൾ പറയണം. 3% ആണെന്ന് വയ്ക്കുക. ഇത് 4% ആക്കി ഉയർത്താൻ തീരുമാനമെടുത്തു എന്ന് വയ്ക്കാം. അപ്പോൾ അതിൽ 3 പേര് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ 3 പേര് പറയാണ് റിപ്പോ റേറ്റ് ഉയർത്തണമെന്നും 3 പേര് റിപ്പോ റേറ്റ് ഉയർത്തണ്ട എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടീഷന് നമ്മൾ വിളിക്കുന്നതാണ് ഡെഡ് ലോക്ക് കണ്ടീഷൻ. അതായത് തീരുമാനം നടപ്പിലാവില്ല. ആ സമയത്ത് എന്ത് ചെയ്യാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ ഗവർണർക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒന്നും കൂടി വോട്ട് ചെയ്യാം. അതിനെ വിളിക്കുന്നതാണ് ഇത് കാസ്റ്റിംഗ് വോട്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് മോണിറ്ററി പോളിസി റിപ്പോർട്ടാണ് ഇവർ പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, RBI once in every 6 months റിലീസ് മോണിറ്ററി പോളിസി റിപ്പോർട്ട്. അതായത് എന്താണ് ഓരോ 6 മാസം കൂടുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്? മോണിറ്ററി പോളിസി റിപ്പോർട്ട് എന്ത് ചെയ്യാറുണ്ട്? പുറത്തേക്ക് വിടാറുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ? ഇത് മാറ്റ പ്രത്യേകതയാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ന്യൂസ്. നെക്സ്റ്റ് ന്യൂസാണ് ഇത് ചോറില ഗ്രോത്ത് ഫാക്ടർ. എന്താണ് പറയുന്നത്? റീസെൻ്റ്ലി ദ സയൻറ്റിസ്റ്റ് അറ്റ് CSIR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി IICT have spotlighted the potential of cholera growth factor CGF, a protein-rich extract derived from the
microalgae cholera Srochania as an ideal ingredient for a wide range of food and feed applications. ഓക്കെ, ഇതാണ് ന്യൂസ്. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. കോളറ സ്രോക്കോണിയ ആൻഡ് ഓവറോൾ ഷേപ്ഡ് സിംഗിൾ സെൽഡ് ആൽഗയാണ്. ഇതെന്താണ്? ഒരു സിംഗിൾ സെൽഡ് ആൽഗ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വിളിക്കുന്നത് ആൻഡ് ഈസ് എ സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ മൈക്രോസ്കോപ്പിക് റിലീം ബ്രോഡ്കാസ്റ്റിംഗ് എ യുണീക്ക് എബിലിറ്റി ടു ഗ്രോ ആക്റ്റീവ്ലി എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? ഈച്ച് സെൽ ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ് ഓർഗാനിസം വിത്ത് ദ എസെൻഷ്യൽ ന്യൂട്രീഷൻ നീഡഡ് ഫോർ ലൈഫ്. ഓക്കെ, ഇതിൻ്റെ എന്താണ്? ഓരോ സെല്ലും എന്ത് ചെയ്യുന്നുണ്ട്? സെൽഫ് കണ്ടെയ്ൻഡ് ഓർഗാനിസം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. കൂടാതെ എന്താണ്? അവർക്ക് വേണ്ട എസെൻഷ്യൽ ന്യൂട്രീഷൻസും എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ആൻഡ് മേക്കിംഗ് ഇറ്റ് കംപ്ലീറ്റ് ആൻഡ് സെൽഫ് സസ്റ്റെയിനിങ് ആണ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതെന്താണ്? ഒരു സെൽഫ് സസ്റ്റെയിനിങ് ആണ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ഈ സെൽസ് എന്താണ്? റാപ്പിഡ്ലി റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഗ്രോയിങ് 1 cell to 24 cells in just 24 hours. അതായത് ഒരു സെല്ലിൽ നിന്ന് 24 സെല്ലാവാൻ എത്ര മണിക്കൂർ മതി? 24 മണിക്കൂർ മതി എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് വെൻ എക്സ്പോസ് ടു പ്ലെൻറ്റി ഓഫ് സൺലൈറ്റ് ആൻഡ് ന്യൂട്രീഷൻസ് എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? താഴെ കൊടുത്തിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ജസ്റ്റ് അറിയാൻ വേണ്ടി കൊടുത്തു എന്നുള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യാം? അതൊന്ന് നോക്കാം. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ന്യൂസാണ് ഇത്. ബിൻസാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? ഇൻ ദ ഫസ്റ്റ് ഇൻസിഡൻറ്റ് ഓഫ് ഫ്രണ്ട് ലൈൻ ഫോറസ്റ്റ് വർക്കേഴ്സ് ലോസിംഗ് ദെയർ ലീവ്സ് ഇൻ എ വൈൽഡ് ഫയർ ദിസ് ഇയർ. 4 forest department personnel lost their lives in a firefighting operation in Binsar Wildlife Sanctuary in Almora. ഇതാണ് എന്തിൽ വരാനുള്ള കാരണം എന്ന് വിളിക്കുന്നത്? ന്യൂസിൽ വരാനുള്ള കാരണം. എന്താണ് പറയുന്നത്? ദ ബിൻസാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ കുമയോൺ ഹിമാലയാസ് ഓഫ് ഉത്തരാഖണ്ഡ്. അതായത് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? കുമയോൺ ഹിമാലയാസ് ഓഫ് ഉത്തരാഖണ്ഡിലാണ് നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ കാണാൻ പറ്റുക. In 988, the sanctuary was established to conserve the rich biodiversity of region. ആ റീജിയനിൽ എന്താണ്? റിച്ച് ബയോഡൈവേഴ്സിറ്റി എന്താണ്? സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരമൊരു തീരുമാനം എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ് എടുക്കുന്നത്. അതായത് ഇത്തരമൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താണ്? നിലവിൽ കൊണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് ബോട്ട്സ് ഇറ്റ് റിമാർക്കബിൾ വെറൈറ്റി ഓഫ് ഫ്ലോറ ഡ്യൂ ടു diverse topography and altitudinal variation. The sanctuary is primarily covered with dense forest and oak and pine. അതായത് എന്താണ്? ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്തുകൊണ്ട് കവറാണ്? ഡെൻസ് ഫോറസ്റ്റ് കൊണ്ട് കവറാണ്. പ്രധാനമായിട്ടും അതിൽ ഏതാണ്? ഓക്ക്, അതുപോലെ തന്നെ പൈൻ തുടങ്ങിയവയാണ് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഈ സാങ്ച്വറിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 200-ലധികം സ്പീഷീസിനെ നമുക്ക് കാണാൻ പറ്റും? ഈ സാങ്ച്വറിയിൽ കാണാൻ പറ്റുമെന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഈ സാങ്ച്വറിയുടെ പ്രത്യേകതകളിൽ ഒന്നാണ് എന്നുള്ളതാണ്. ഓക്കെ, ഏകദേശം 200-ലധികം സ്പീഷീസാണ് എന്ത് ചെയ്യുന്നത്? ഈ സാങ്ച്വറിയിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഈ സാങ്ച്വറിയുടെ പ്രത്യേകതയാണ്. അതിൽ തന്നെ ബേർഡ്സ്, ഇറോഷ്യൻ ഗേ, കൊക്ലാസ് പാസൻറ്റ്, മോണൽ പാസൻ ആൻഡ് ഹിമാലയൻ വുഡ് പീക്കറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ആൻഡ് ബിൻസാർ വാസ് ദ ഏസ്റ്റ് വൈൽഡ് സമ്മർ ക്യാപിറ്റൽ ഓഫ് ദ ചന്ദ് ഡൈനാസ്റ്റി റൂളേഴ്സ്. ഓക്കെ, ചന്ദ് ഡൈനാസ്റ്റി റൂളേഴ്സിൻ്റെ ബിൻസാർ എന്ന് വിളിക്കുന്നത് എന്താണ്? ചന്ദ് ഡൈനാസ്റ്റി റൂളേഴ്സിൻ്റെ എന്തായിരുന്നു എന്നാണ് പറയുന്നത്? സമ്മർ ക്യാപിറ്റൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഏകദേശം 7ാമത്തെ സെഞ്ചുറി മുതൽ 18ാമത്തെ സെഞ്ചുറി മുതലാണ് എന്ത് ചെയ്യുന്നത്? അവർ ഭരിച്ചിരുന്നതായിട്ട് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ according to locals, Binsar was named after the ബിനേശ്വർ മഹാദേവ് ടെമ്പിൾ. ബിനേശ്വർ മഹാദേവയുടെ ടെമ്പിളിന് ശേഷമാണ് ഇതിന് ബിൻസാർ എന്നുള്ള പേര് കൊടുത്തതെന്നാണ് ലോക്കൽസ് പറയുന്നത്. ഏകദേശം 60th സെഞ്ചുറിയിലാണ് എന്ത് ചെയ്യുന്നത്? ലോർഡ് ശിവയ്ക്ക് വേണ്ടിയിട്ട് ഈ ടെമ്പിൾ ഡെഡിക്കേറ്റ് ചെയ്താണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസാണ് ജിയോഗ്രഫിക്കൽ കോറിഡോർ. A recent study of Chinese scientists published the journal Science Bulletin found that main route of the ancient Silk Route shifted northward due to climate change. ഇതാണ് ന്യൂസ്. ഓക്കെ, നമ്മളൊക്കെ പഠിച്ചിരുന്ന
ആൻഷ്യൻ സിൽക്ക് റൂട്ടിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനപ്പെട്ട ജിയോഗ്രഫിക്കൽ കോറിഡോർസ് എന്നുള്ളത് ചിലപ്പോൾ ചോദ്യം വരാം. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രധാനമായിട്ടും ലാൻഡ് ബേസ് ചെയ്തിട്ട് സിൽക്ക് എക്കോണമിക് ബെൽറ്റ് എൻവിഷൻസ് എന്ന് പറയുന്ന 6 കീ കോറിഡോർസാണ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള. ഏതൊക്കെയാണ്? ചൈന പാകിസ്ഥാൻ എക്കോണമിക് കോറിഡോർ CPEC, ന്യൂ ഇറേഷ്യൻ ലാൻഡ് ബ്രിഡ്ജ് എക്കോണമിക് കോറിഡോർ, അതുപോലെ തന്നെ ചൈന ഇൻഡോ ചൈന പെനിസുല എക്കോണമിക് കോറിഡോർ, അതുപോലെ തന്നെ ചൈന മംഗോളിയ റഷ്യ എക്കോണമിക് കോറിഡോർ, അതുപോലെ ചൈന സെൻട്രൽ ഏഷ്യ വെസ്റ്റ് ഏഷ്യ എക്കോണമിക് കോറിഡോർ, അതുപോലെ ചൈന മ്യാൻമാർ എക്കോണമിക് കോറിഡോർസ് ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചോദിക്കാം ഏതൊക്കെയാണ് ജിയോഗ്രഫിക്കൽ കോറിഡോർസ് എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ 1 ബെൽറ്റ് 1 റോഡ് എന്നുള്ള ഇതിൽ സിൽക്ക് റോഡ് എക്കോണമിക് ബെൽറ്റും മാരിടൈം സിൽക്ക് റോഡ് ഇനീഷ്യേറ്റീവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ സിൽക്ക് റോഡ് എക്കോണമിക് ബെൽറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, എന്നിട്ടതാ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അത് പോകുന്നതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, ഇനി മറ്റേ മാരിടൈമാണ്. മാരിടൈം എന്താണ്, ഏകദേശം നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ നിന്നതാ ഇങ്ങനെ പല ഭാഗങ്ങളിൽ ടച്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പോകുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ അത് പോകുന്ന ലൊക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാൻ സാധ്യത ഉള്ള എന്താണ് ഭാഗങ്ങളാണ്. നെക്സ്റ്റ് ന്യൂസാണ് ഏതാണ്, G7. എന്താണ് G7 ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി ദ പ്രൈം മിനിസ്റ്റർ അറ്റൻഡ് ദ ആനുവൽ G7 സബ്മിറ്റ് ഹെൽഡ് ഇൻ ഇറ്റലി ഫ്രം 13 to 15 June 2024. ദിസ് സബ്മിറ്റ് മാർക്ക് ദ 15th anniversary ഓഫ് ദ ഗ്രൂപ്പ്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു പ്രധാനപ്പെട്ട റീസൺ. അതായത് G7 എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം. ഓക്കെ, G7 എന്ന് പറയുന്നത് എന്താണ്, ഗ്രൂപ്പ് ഓഫ് 7 ആണ്. ഓക്കെ, 7 പ്രധാനപ്പെട്ട എക്കോണമീസ് ചേർന്നുണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇത്. G7 എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കാം. ക്ലിയർ? ഇതിലെന്താ പറയുന്നത്, ദ G7 ഈസ് എ ഗ്രൂപ്പ് ഓഫ് മോസ്റ്റ് ഡെവലപ്ഡ് ആൻഡ് അഡ്വാൻസ്ഡ് എക്കോണമീസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ എന്താണ് ഏറ്റവും മോസ്റ്റ് ഡെവലപ്ഡ് ആൻഡ് അഡ്വാൻസ്ഡ് എക്കോണമീസ് ആണ് ഏതെന്ന് വിളിക്കുന്നത്, G7 എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, യുണൈറ്റഡ് കിങ്ഡം, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് കാനഡയാണ്. ഇത് ദ ലീഡേഴ്സ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ലൈക്ക് യൂറോപ്യൻ യൂണിയൻ, IMF, വേൾഡ് ബാങ്ക് ആൻഡ് യുണൈറ്റഡ് നേഷൻസ് ഈസ് ഓൾസോ ഇൻവൈറ്റഡ്. ഇതിലേക്ക് ആരൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, കൂടാതെ യൂറോപ്യൻ യൂണിയൻ, IMF, വേൾഡ് ബാങ്ക്, യുണൈറ്റഡ് നേഷൻസിനൊക്കെ ഉണ്ട്. സമ്മിറ്റ് ഹെൽഡ് ആനുവലി ആൻഡ് ഹോസ്റ്റഡ് ഓൺ റൊട്ടേഷൻ ബേസിസ് ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സ്. അതായത് എന്താണ്, ഈ 7 മെമ്പേഴ്സ് എന്താണ് ഓരോ വർഷവും ഓരോ രാജ്യമാണ് എന്ത് ചെയ്യുക ഇതിൻ്റെ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒറിജിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, G7 എന്ന് പറയുന്നത് 1973 ഓയിൽ ക്രൈസിസിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത് ഈ G7 വരുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, 1975 എന്ത് ചെയ്തു, 6 മേജർ ഇൻഡസ്ട്രിയൽ നാഷൻസിൻ്റെ സബ്മിറ്റോട് കൂടി ഇത് ആരംഭിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് US, UK, ഫ്രാൻസ്, വെസ്റ്റ് ജർമ്മനി, ജപ്പാൻ ആൻഡ് ഇറ്റലി. അതുപോലെ തന്നെ പിന്നീട് 1976 എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കാനഡ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കാലത്തിന് ശേഷം ഇത് G8 എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട്. അതായത് 1997 റഷ്യ ജോയിൻ ചെയ്ത സമയത്താണ് ഇങ്ങനെ G8 എന്ന് വിളിച്ചത്. പിന്നീട് 2014 എന്ത് ചെയ്യുന്നു, റഷ്യ ഇതിന്ന് വേണ്ടാന്ന് വെക്കുന്നു. അതോടുകൂടി വീണ്ടും റീനെയിമായിട്ട് എന്ത് ചെയ്യുന്നു, G7 എന്നുള്ള പേരിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഒരു ചിത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഇതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് G7 കൺട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, US, ഇറ്റലി, ജപ്പാൻ, കാനഡ, ഫ്രാൻസ്, UK. ഇനി G8 ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആരെയും കൂടിയും വരും, റഷ്യയും കൂടിയും വരും. ഇനി G20 ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ 8 രാജ്യങ്ങളും വരും. കൂടാതെ ഏതാണ്, ഓസ്ട്രേലിയ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, സൗദി അറേബ്യ, ഇന്തോനേഷ്യ, ചൈന, ബ്രസീൽ, സൗത്ത് കൊറിയ, മെക്സിക്കോ, അർജൻറ്റീന, യൂറോപ്യൻ യൂണിയൻ, തുർക്കി. ഇത്രയും രാജ്യങ്ങൾ കൂടി വരുമ്പോഴാണ് എന്തായി മാറുക, G20 ആയിട്ട് മാറുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രം ആലോചിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് മെമ്പർ കൺട്രീസ് ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ആലോചിച്ചെടുക്കാൻ എന്താണ് എളുപ്പമാണ്. പിന്നെ വരുന്ന ഒരു ന്യൂസാണ്, വന്നിരിക്കുന്ന ഒരു ന്യൂസാണ് എന്താണ്, HIV, ഹ്യൂമൻ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി വൈറസ് ആണ് അല്ലേ. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം നോക്കാം. ഡിസ്പൈറ്റ് 4 decades of effort, traditional vaccine approaches have been unable to prevent HIV acquisition because the virus mutates rapidly and hides from the immune system. അതായതാണ് ഇപ്പോൾ ഈ HIV വൈറസിന് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ അത്
മ്യൂട്ടേറ്റ് ചെയ്ത് അതിൻ്റെ വകഭേദങ്ങളിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, പഴയ വാക്സിൻ എന്താവുന്നില്ല, ഫലപ്രദമാകുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഇത് എന്തിൽ വരാനുള്ള ഒരു കാരണം, ന്യൂസിൽ എന്താണ് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് HIV എന്ന് വിളിക്കുന്നത്. HIV ഓർ എയ്ഡ്സ് എന്ന് വിളിക്കുന്നത് എന്താണ്, ഒരു ക്രോണിക്കൽ ആൻഡ് പൊട്ടൻഷ്യലി ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷനാണ്. ഹ്യൂമൻ ഇമ്മ്യൂൺ ഡിഫിഷ്യൻസി വൈറസ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് അറിയപ്പെടുന്നതായിട്ട് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ്, ഇത് ഇമ്മ്യൂണി സിസ്റ്റത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇമ്മ്യൂണി സിസ്റ്റം മൊത്തം തകരും. അതായത് HIV അറ്റാക്ക് എന്താണ്, എന്തിനെ അറ്റാക്ക് ചെയ്യുന്നത്, CD4 എ ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെല്ലാണ്. അതിനാണ് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഈ വൈറ്റ് ബ്ലഡ് സെല്ലാണ് എന്ത് ചെയ്യുന്നത്, ശരീരത്തിൽ ഇമ്മ്യൂണി സിസ്റ്റം നിലനിർത്തുന്നത്. പക്ഷേ അതില്ലാതെ എന്ത് ചെയ്യും, ഇമ്മ്യൂണി സിസ്റ്റം എന്ത് ചെയ്യും, ആകെ തകരാറിലാവും എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, HIV പ്രത്യേകതയാണ്. ആഫ്റ്റർ എൻറ്ററിങ് ദ ബോഡി HIV മൾട്ടിപ്ലൈസ് ഇറ്റ് സെൽഫ് ആൻഡ് ഡിസ്ട്രോയ് CD4 സെൽസ്. അത് ശരീരത്തിലേക്ക് എത്തിയതിനു ശേഷം അത് മൾട്ടിപ്ലൈ ചെയ്യുകയും എന്ത് ചെയ്യുന്നു, CD4 സെൽസിനെ പൂർണ്ണമായിട്ടും എന്തില്ല, ഇല്ലാതെയാക്കുന്നു. അങ്ങനെ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം പൂർണ്ണമായും തകരുന്നു. ഇതാണ് HIV സംഭവിക്കുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്ത ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ദ HIV ആൻഡ് എയ്ഡ്സ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് 2017, അതുപോലെ തന്നെ പ്രൊജക്റ്റ് സൺറൈസ്, 90-90-90, ദ റെഡ് റിബൺ, ഗ്ലോബൽ ഫണ്ട് ടു ഫൈറ്റ് എയ്ഡ്സ്, ട്യൂബർകുലോസിസ് ആൻഡ് മലേറിയ. ഇതൊക്കെ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന എന്താണ്, റിലേറ്റഡ് ഇനീഷ്യേറ്റീവ്സ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് HIV-യുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും 3 ടൈപ്പ് HIV ട്രീറ്റ്മെൻ്റ് ആണ് കാണുക. ഒന്നെന്താണ്, സ്റ്റീം സെൽ ബേസ്ഡ് ജീൻ തെറാപ്പിയാണ്. എന്താണ്, എ ജനറ്റിക്കലി എൻജിനീയർഡ് ഹ്യൂമോ പൊട്ടൻഷ്യൽ സ്റ്റീം ട്രാൻസ്പ്ലാന്റ് വിത്ത് anti-HIV ജെൻസ് ആണിത്. പിന്നെ ബ്രോഡ്ലി ന്യൂട്രലൈസിങ് ആൻറ്റിബോഡീസ് ആണ്. ഇതെന്താണ്, എ റെയർ ടൈപ്പ് ഓഫ് ആൻറ്റിബോഡി ദാറ്റ് വർക്ക് കിൽ മോസ്റ്റ് ഓഫ് ദ HIV വേരിയൻസ് അഡ്മിനിസ്ട്രേറ്റഡ് ത്രൂ എ വാക്സിൻ ആണ്. പിന്നെ വരുന്നതാണ് ലാറ്റൻസി റിവേഴ്സൽ. എന്താണ്, എ സ്ട്രാറ്റജി ദാറ്റ് ഇൻവോൾവ്സ് ഡ്രഗ്സ് ദാറ്റ് ദ റിയാക്റ്റീവ് ഇൻ HIV in cells, then the immune system or anti-HIV drugs target and kills those cells ആണ്. ഓക്കെ, അങ്ങനത്തെ 3 രീതികളാണ് നിലനിൽക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്, ഗ്ലോബൽ വിൻഡ് ഡേ 2024 ആണ്. എന്താണ്, റീസെൻ്റ്ലി ദ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി MNRE ഓർഗനൈസ്ഡ് ഗ്ലോബൽ വിൻഡ് ഡേ ഓൺ ദ 15th June 2024 with the theme of പവൻ ഊർജ പവറിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ളൊരു കാരണം എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ദ ഇവന്റ് എയിം ടു സെലിബ്രേറ്റിംഗ് ദ സക്സസ് ഓഫ് ദ ഇന്ത്യൻ വിൻഡ് സെക്ടർ, ഡിസ്കസിംഗ് വേസ് ഓഫ് ആക്സിലറേറ്റ് വിൻഡ് എനർജി ആൻഡ് അഡോപ്ഷൻ ഇൻ ഇന്ത്യ. ഇതാണ് ഏതിൽ വരാനുള്ള കാരണം, ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യ ഹാസ് ക്യൂമുലേറ്റീവ് ഇൻസ്റ്റാൾഡ് വിൻഡ് പവർ കപ്പാസിറ്റി ഓഫ് 46.4 GW ബൈ May 2024. എന്താണ്, 4th ലാർജസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. ആർക്ക് ശേഷം, ചൈന, US ആൻഡ് ജർമ്മനിക്ക് ശേഷം. ആൻഡ് വിൻഡ് എനർജി എന്ന് പറയുന്നത് എന്താണ്, ക്രൂഷ്യൽ ഇന്ത്യാസ് എഫേർട്ട് ടു അച്ചീവ് 50% ഓഫ് ഇലക്ട്രിക് പവർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഫ്രം ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് റിസോഴ്സസ്. അതായത് ഏകദേശം ഇന്ത്യയുടെ 500 GW റിന്യൂവബിൾ എനർജി എന്ത് ചെയ്യാം, 2030 ആകുമ്പോഴേക്കും 2070 ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും റിന്യൂവബിൾ എനർജിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലക്ഷ്യം. നിലവിൽ ഗുജറാത്ത്, കർണാടക, തമിഴ്നാട് തുടങ്ങിയവ എന്താണ്, ലീഡിംഗ് വിൻഡ് എനർജി പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ആണ് ഇവിടെ ഇന്ത്യയിൽ. ഏതൊക്കെയാണ്, ഗുജറാത്ത്, കർണാടക ആൻഡ് തമിഴ്നാട്. ക്ലിയർ? ഇതാണ് വിൻഡ് എനർജിയുടെ എന്താണ് ടെക്നോളജി എന്ന് വിളിക്കുന്നത്. നമുക്ക് ടെക്നോളജിയും കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, പക്ഷേ ഞാനത് കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇതിൽ ആഡ് ചെയ്തു എന്ന് മാത്രം. അതെന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നാണ് ഇന്ത്യ TB ഡയഗ്നോസ്റ്റിക്സ് ടീച്ച് വിൻസ് അക്ലെയിം അറ്റ് WHO. എന്താണ്, റീസെൻ്റ്ലി ദ ട്രോറൻ എ റാപ്പിഡ് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ ദ pulmonary and the exploratory TB and Rifin resistant TB was held at the 77th World Health Assembly in Geneva. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. എന്താണ് പറയുന്നത്, എന്താണ് ട്യൂബർകുലോസിസ് എന്ന് വിളിക്കുന്നത്. ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഫെക്ഷൻസ് ഡിസീസാണ്. ഓക്കെ, അത് പ്രധാനമായിട്ടും ആരെയാണ് എഫക്റ്റ് ചെയ്യുന്ന, ലങ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ഒരേ സമയം പ്രിവെൻറ്റബിളും അതുപോലെ തന്നെ എന്താണ് ക്യൂറബിളുമാണ് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പ്രിവെൻഷൻ എന്താണ്, ഒന്ന് സീക്ക് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഇഫ് സിംറ്റംസ് പെർസിസ്റ്റ് ആണ്. രണ്ടെന്താണ്,
ഇഫ് അറ്റ് എ ഹയർ റിസ്ക് HIV പേഷ്യൻസ് ഗെറ്റ് ടെസ്റ്റഡ് ഫോർ TB. അതുപോലെ തന്നെ എന്താണ് പ്രാക്ടീസ് ഗുഡ് കഫ് ഹൈജീൻ, വിയർ മാസ്ക് ആൻഡ് അവോയ്ഡ് കോൺട്രാക്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മൈക്രോ ബാക്ടീരിയസം ആൻഡ് ട്യൂബർകുലോസിസ് ആണ്, കഫിംഗ് ആൻഡ് ഡ്രോപ്സ് ആണ്, അതുപോലെ തന്നെ എന്താണ് പ്രൊലോങ്ഡ് എക്സ്പോഷർ ഫ്രം പേഷ്യൻ്റ് ആണ്. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ചെസ്റ്റ് പെയിൻ, വീക്ക്നെസ്, വെയിറ്റ് ലോസ്, ഫീവർ, അതുപോലെ തന്നെ നൈറ്റ് സ്വെറ്റ്സ്, പ്രൊലോങ്ഡ് കഫാണ്. ഇനി ഇതിൻ്റെ ഫാക്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2021 വേൾഡ് വൈഡ് റിപ്പോർട്ട് പ്രകാരം 1.6 മില്യൺ ഡെത്തുകൾ ഇതിൻ്റെ പേരിൽ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് 13th ലീഡിങ് കേസ് ഓഫ് ഡെത്ത് ആണ് ഇത് TB എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇന്ത്യ എയിംസ് ടു അച്ചീവ് UN TB റിലേറ്റഡ് സസ്റ്റൈനബിൾ ഗോൾ ബൈ 2025, 5 years ahead of the global target to end the TB epidemic by 2013. അതായത് UN പറയുന്നത് 2030 ആകുമ്പോഴേക്കും TB അവസാനിപ്പിക്കുന്നതാണ്. ഇന്ത്യ അത് 2025 ആകുമ്പോഴേക്കും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമാണ് ഇത് പറയുന്നത് നിക്ഷേ പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. എന്താണ് പറയുന്നത് നിക്ഷേ മിത്ര ആർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഓഫ് ഹൂ അഡോപ്റ്റ് ദ 1 TB പേഷ്യൻറ്റ് ഫോർ ദയർ ട്രീറ്റ്മെൻറ്റ് ഫോർ എ പീരീഡ് ഓഫ് 6 months എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് പ്രൊവിഷൻ ഫോർ ഫ്രീ ഡ്രഗ്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്. അതുപോലെ തന്നെ നിക്ഷയ് പോഷൻ യോജന എന്ന് പറയുന്നത് എന്താണ് TB പേഷ്യൻസിനുള്ള ന്യൂട്രീഷണൽ സപ്പോർട്ടാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ എന്ത് ചെയ്യുക TB കുറയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യമായിട്ട് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ് കോയിൻസ് ഇൻ ആൻഷ്യൻ ആൻഡ് മീഡിയവൽ ഇന്ത്യയാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ വന്നിട്ടുള്ളതുകൊണ്ടാണ് ഇത് ന്യൂസ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആൻഷ്യൻ ആൻഡ് മീഡിയവൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോയിൻസ്. ആദ്യത്തെ വരുന്നത് പഞ്ച് കോയിൻസ് ആണ്. ഏകദേശം 600 മുതൽ 200 BC വരെയാണ് ഇത് യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇതെന്താണ് ഏർലിയസ്റ്റ് കോയിൻസ് ആണ്. ഡൈ സ്ട്രക്ക് ഓൺലി വൺ സൈഡ് ആണ്. അതുപോലെ തന്നെ ഇറഗുലർ സ്റ്റാൻഡേർഡ് വൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇതെന്താണ് മെയ്ഡ് ഓഫ് സിൽവർ വിത്ത് മാർക്കിങ്സ് ആണ്. ഇനി മഹാജനപദാസ് ആണ് ഇത് ഇഷ്യൂ ചെയ്തിരുന്നത്. ഓക്കെ, ഉദാഹരണമായിട്ട് കാൾഡ് പുരാണാസ്, അതുപോലെ തന്നെ കർഷ പുരാണാസ് ഓർ പനാസ്. അതുപോലെ തന്നെ മൗര്യൻ പീരീഡിൽ കോയിൻസ് വരികയാണെങ്കിൽ ഏതൊക്കെയാണ് റുപരൂപായ സിൽവർ, അതുപോലെ തന്നെ സുവർണ രൂപ ഗോൾഡ്, അതുപോലെ തന്നെ തമരൂപ കോപ്പർ, അതുപോലെ തന്നെ സിസുപൂര ലെഡൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇൻഡോ ഗ്രീക്ക് കോയിൻസ് എന്ന് പറയുന്നത് ഏകദേശം 150 BC മുതൽ 10 AD വരെയാണ് ഉപയോഗിച്ചിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. ഇത് സിൽവർ, കോപ്പർ, നിക്കൽ ആൻഡ് ലെഡ് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഇഷ്യൂയിങ് മൊണാർക്കിയെക്കുറിച്ച് അതിൽ ഇൻഫോർമേഷൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ കോയിൻ ഇൻസ്ക്രിപ്ഷൻ ഗ്രീക്ക് അല്ലെങ്കിൽ പാളി ലാംഗ്വേജിലായിരുന്നു. പിന്നെ വരുന്നതാണ് ഏത് സത്വാഹന കോയിൻസ്. ഏകദേശം 232 BC മുതൽ 227 AD വരെയാണ് അത് യൂസ് ചെയ്തിരുന്നത്. ഇത് പ്രധാനമായിട്ടും ലെഡായിരുന്നു മോസ്റ്റ്ലി ഉപയോഗിച്ചിരുന്നത്. കൂടാതെ സിൽവർ റെയർലി ഉപയോഗിച്ചിരുന്നു. പ്രോട്ടീൻ കോപ്പർ സിൽവർ അലോയാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ നോ ആർട്ടിസ്റ്റിക് മെറിറ്റ് ഓർ ബ്യൂട്ടി ഇതിലില്ല. അതുപോലെ തന്നെ കണ്ടെയ്ൻഡ് ഉജ്ജയിൻ സിമ്പിൾ ഇതിൽ കാണാൻ പറ്റും. എന്താണ് എ ക്രോസ് വിത്ത് 4 സർക്കിൾസ് ഓഫ് ദ എൻഡ് 2 ക്രോസിംഗ് ലൈൻസ് ആണ്. കോയിൻ ഇൻസ്ക്രിപ്ഷൻ ലാംഗ്വേജ് പ്രാകൃതായിരുന്നു. പിന്നെ വരുന്നതാണ് ഗുപ്ത കോയിൻസ്. ഏകദേശം 319 മുതൽ 550 AD വരെ. ഇത് മെയ്ഡ് ഓഫ് ഗോൾഡാണ് മെയിൻലി. അതുപോലെ തന്നെ സിൽവറും ഗോൾഡും ഉപയോഗിച്ചിട്ടുണ്ട്. സിൽവർ കോയിൻസ് ഇഷ്യൂ ചെയ്തിരുന്ന ചന്ദ്രഗുപ്ത 2 ആയിരുന്നു. അതുപോലെ തന്നെ ഇതിലെന്താണ് പെർഫോമിംഗ് അശ്വമേധ, ഇമേജസ് ഓഫ് ഇന്ത്യൻ ഗോഡ് ഓർ ഗോഡസിനെ കുറിച്ചുണ്ടായിരുന്നു. കോയിൻ ഇൻസ്ക്രിപ്ഷൻ ഏതാണ് സയൻസ്ക്രിറ്റ് ആണ്. പിന്നെ വരുന്നതാണ് ഇത് അതർ ആൻഷ്യൻ കോയിൻസിൽ വരുന്നതാണ് ഇത് ചാളുക്യ കോയിൻസ്. ടെമ്പിൾ, ലയൺ, ലെജൻസ് വൺ സൈഡ് ആൻഡ് ബ്ലാങ്ക് ഓൺ അതർ ആയിരുന്നു. രാജ്പുത്ത് കോയിൻസിൽ വരുന്ന മെയ്ഡ് ഓഫ് ഗോൾഡ്, കോപ്പർ, ബില്യൺ, സിൽവർ കോപ്പർ അലോയ് ആയിരുന്നു അത്. അതുപോലെ തന്നെ റെയർലി സിൽവർ ആയിരുന്നു. പിന്നെ വരുന്ന പാണ്ഡ്യ കോയിൻസ് ആണ്. അത് സ്ക്വയർ ആൻഡ് ഷേപ്ഡ് വിത്ത് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. ഇൻ സയൻസ്ക്രിറ്റിൽ ഗോൾഡ്, തമിഴിൽ കോപ്പർ ഒക്കെയാണ്. ആൻഡ് ചോള കോയിൻസ് വരുന്ന ഡെപ്പിസൈറ്റ് കിങ് ആൻഡ് ഗോഡസ് വിത്ത് ദ സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻ ആണ്. പിന്നെ വരുന്നതാണ് ടർക്കിഷ് ആൻഡ് ഡൽഹി സുൽത്താനേറ്റ് കോയിൻസ്. ഓക്കെ, ഇതെന്താണ് നോ ഇമേജ് ഓഫ് മോണാർക്ക് ഡ്യൂ ടു പ്രൊഹിബിഷൻ ഓഫ് ഇഡിലേറ്ററി ഇൻ ഇസ്ലാം ആണ്. അതുപോലെ തന്നെ ഗോൾഡ്, സിൽവർ, കോപ്പർ ആൻഡ് ബില്യൺ കോയിൻസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ സിൽവർ ടാങ്കിയും കോപ്പർ ജിറ്റിലും ഉണ്ടായിരുന്നു. ഇൽത്തുമിഷാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ബ്രോൺസ്, കോപ്പർ കോയിൻസ്, ടോക്കൺ പേപ്പർ, കറൻസി ഒക്കെ ഉപയോഗിച്ചിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റുപ്പി ആൻഡ് ഡം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷേർഷാ സൂരി ആയിരുന്നു. പിന്നെ വരുന്നതാണ് മുഗൾ കോയിൻസ്. ഇത് ഗോൾഡ് കോയിൻസ് ആയിരുന്നു. ഇതിന് എന്ത് പേരിലാണ് മൊഹർ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇത് സിൽവർ റുപ്പി മോസ്റ്റ് പോപ്പുലർ ആയിരുന്നു. അതുപോലെ തന്നെ അഡോപ്റ്റഡ് ഫ്രം ഡാമാണ്.
പിന്നെ വരുന്നതാണ് അക്ബർ കോയിൻസ്, ബോത്ത് റൗണ്ട് ആൻഡ് സ്ക്വയർ ഗോൾഡ് കോയിൻസ് ആണ് ഉപയോഗിച്ചിരുന്നതിന് ഇലാഹി എന്നാണ് വിളിച്ചിരുന്നത്. ആൻഡ് ടു പ്രൊഗേറ്റ് ദിൻ ഇലാഹി എന്നുള്ളതിൻ്റെ. അതുപോലെ തന്നെ എന്താണ് ഷാൻഷാ, ലാർജസ്റ്റ് ഗോൾഡൻ കോയിൻ കൂടിയായിരുന്നു അത്. ക്ലിയർ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ യേൽ സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റൽ ലോ ആൻഡ് പോളിസി ആൻഡ് ദ കൊളംബിയ സെൻറ്റർ ഫോർ ദ ഇൻ്റർനാഷണൽ എർത്ത് സയൻസ് ഇൻഫോർമേഷൻ നെറ്റ്വർക്ക് റിലേറ്റഡ് ടു ദ എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സ് EPI ഫോർ 2024 ആണ്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ത്യയുടെ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ പ്രോഗ്രാംസ് എന്ന് വിളിക്കുന്നത്. ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. എന്താണ്? നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. പിന്നെ വരുന്ന ഏതാണ്? ഡെസേർട്ടിഫിക്കേഷൻ ആണ്. എന്താണ്? നാഷണൽ ആക്ഷൻ പ്രോഗ്രാം ടു കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ ആണ്. പിന്നെ വരുന്നതാണ് ഇത് പൊല്യൂഷൻ കൺട്രോൾ. എന്താണ്? നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം ആണ്. പിന്നെ വരുന്നതാണ് ഇത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് പ്ലാൻ ആണ്. പിന്നെ വരുന്നതാണ് ഇത് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ, അതായത് എന്താണ്? നാഷണൽ അഫോറസ്റ്റേഷൻ പ്രോഗ്രാം. പിന്നെ വരുന്നതാണ് സ്പീഷീസ് കൺസർവേഷൻ. എന്താണ്? പ്രൊജക്റ്റ് എലിഫൻറ്റ്, പ്രൊജക്റ്റ് ടൈഗർ ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ന്യൂസാണ് ഇത് ഗ്ലോബൽ മിനിമം ടാക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ ഓർഗനൈസേഷൻ ഫോർ എക്കോണമിക് ആൻഡ് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് OECD welcomed the commitment of the 147 members of the inclusive framework on the base erosion and profit shifting BEPS to keep working to resolve many remaining issues in the signing process of the multilateral conservation MLC. ഇതെന്തിൽ വരാനുള്ള കാരണം? ന്യൂസിൽ വരാനുള്ള കാരണമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് നമുക്ക് ന്യൂസിൽ നോക്കാനുള്ളത്. എന്താണ് ഗ്ലോബൽ മിനിമം ടാക്സ് എന്നുള്ളതാണ്. എന്താണ്? എ ഗ്ലോബലി അഗ്രീഡ് മിനിമം ടാക്സ് റേറ്റ് കറൻ്റ്ലി സജസ്റ്റഡ് അറ്റ് 50% കുഡ് മിറ്റേജ് ടാക്സ് ബേസ് ഇറോഷൻ വിത്തൗട്ട് പുട്ടിംഗ് ദ കമ്പനീസ് അറ്റ് എ ഫൈനാൻഷ്യൽ ഡിസഡ്വാൻറ്റേജ്. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇത് ഗ്ലോബൽ മിനിമം ടാക്സ് എന്ന്. ഓക്കെ, ത്രൂ GMT the leading nations curb profit shifting by multinational to how tax jurisdiction irrespective of where their actual sales occur എന്നുള്ളതാണ്. And there is a going thread on companies moving income from the intangibles like patients, software, IP royalties ഒക്കെയാണ് ഇതിൽ വരുന്നത് and to tax havens and thereby sidestepping higher taxes in their home countries ആണ്. And G20 the OECD will spearhead crucial decisions regarding this global minimum tax initiative. ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ പ്രധാനമായിട്ടും തീരുമാനമെടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് വണ്ണാണ് ഇത് ആയുഷ്. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ദാറ്റ് മീൻസ് MOSPI റിലീസ് ദ ഫൈൻഡിംഗ് ഓഫ് ദ നാഷണൽ സർവേ ഓൺ ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി സിസ്റ്റംസ് ഓഫ് മെഡിസിൻ. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. എന്താണ് ആയുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ആയുഷിൽ എന്താണ്? ആയുർവേദയാണ്. എന്താണ്? ആൻഷ്യൻ സിസ്റ്റം ഓഫ് എംഫസൈസിങ് ഹോളിസ്റ്റിക് വെൽബീയിങ് ആണ് ആയുർവേദ. എന്താണ്? യോഗയാണ്. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിയൻ ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ത്രൂ ഫിസിക്കലി പോസ്ചേഴ്സ് ആൻഡ് മീഡിയേഷൻ ആണ്. പിന്നെ വരുന്നതാണ് നാച്ചുറോപ്പതി, നാച്ചുറൽ ഹീലിംഗ് യൂസിങ് എലമെൻറ്റ്സ് ലൈക്ക് വാട്ടർ, എയർ ആൻഡ് ഡയറ്റ് ആണ്. പിന്നെ വരുന്നതാണ് യുനാനി. എന്താണ്? ബാലൻസ് റീസ്റ്റോറേഷൻ ത്രൂ ഹെർബൽ മെഡിസിൻസ് ആൻഡ് ഹ്യൂമറൽ തിയറിയാണ്. പിന്നെ വരുന്നതാണ് സിദ്ധ. എന്താണ്? ട്രഡീഷണൽ തമിഴ് മെഡിസിൻ വിത്ത് ദ റൂട്ട് ഓഫ് 5 എലിമെൻറ്റ്സ് ആൻഡ് ഹ്യൂമറസ് ആണ്. പിന്നെ വരുന്നതാണ് ഹോമിയോപ്പതി. എന്താണ്? ഹൈലി ഡൈലേറ്റഡ് റെമഡീസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് സെൽഫ് ഹീലിംഗ് റെസ്പോൺസസ് ആണ്. ഇനി ഈ സിസ്റ്റംസ് നോക്കുകയാണെങ്കിൽ ആരാണ്? വൺ ഡെഫിനിറ്റ് മെഡിക്കൽ ഫിലോസഫീസ് ആൻഡ് represent a way of healthy living with the establishment concept on prevention of diseases and promotion of health ആണ്. ഇനി എന്താണ് പറയുന്നത്? The Ministry of Ayush is responsible for developing education, research and propagation of Ayush in India എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്? മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? പിന്നെ വരുന്നതാണ് ഇത് കവിൽ പ്രൈസ്. എന്താണ്? റീസെൻ്റ്ലി 8 സയൻറ്റിസ്റ്റ് were awarded 2023 ഫോർ കവിൽ പ്രൈസ് ആണ്. ഓക്കെ, അവരുടെ എന്തിലുള്ള കോൺട്രിബ്യൂഷൻസ്? ആസ്ട്രോഫിസിക്സ്, ന്യൂറോ സയൻസ് ആൻഡ് നാനോ സയൻസ്.
അപ്പോൾ എന്താണ് ഈ കവൽ പ്രൈസ് എന്ന് പറയുന്നത്? ഇതൊരു ഇൻ്റർനാഷണൽ അവാർഡാണ്. ഇത് കവൽ പ്രൈസ് ദാറ്റ് റിയോഗ്നൈസേഴ്സ് സയൻറ്റിസ്റ്റ് ഓൺ ദെയർ ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെൻറ്റ്സ്. സയൻറ്റിസ്റ്റ് അവരുടെ ഔട്ട്സ്റ്റാൻഡിങ് മേഖലയിൽ വാങ്ങുന്ന അച്ചീവ്മെൻ്റാണ് ഇൻ ദ ഫീൽഡ് ഓഫ് ആസ്ട്രോഫിസിക്സ്, നാനോ സയൻസ് ആൻഡ് ന്യൂറോ സയൻസ്. ഇനി ഇത് എപ്പോഴാണ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 എന്ത് ചെയ്യുന്നത്, ഇതിന് തുടക്കം കുറിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ നോർജീരിയൻ അമേരിക്കൻ ബിസിനസ് മാൻ ആൻഡ് ഫിലാന്ത്രോപ്പിസ്റ്റ് ഫ്രെഡ് കവൽ. ഫ്രെഡ് കവലിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് കവൽ പ്രൈസ് എന്നുള്ള പേരിൽ കൊടുക്കുന്നത്. ആൻഡ് അവാർഡഡ് ബൈ ദ നോർജീരിയൻ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് വിത്ത് കവൽ ഫൗണ്ടേഷൻ. എന്താണ്, നോർജീരിയൻ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കവൽ ഫൗണ്ടേഷൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നോർജീരിയൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ചും എന്താണ് ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? പിന്നെ വരുന്നതാണ് ഇത് പ്രൊജക്റ്റ് ചീറ്റ. എന്താണ്, റീസെൻ്റ്ലി ദ മധ്യപ്രദേശ് ഗവൺമെൻറ് ഹാസ് ഇൻഫോംഡ് ദാറ്റ് ഇറ്റ് ഹാസ് completed its preparations for the reintroduction of the cheetah from Africa in the Gandhi Sagar Wildlife Sanctuary. ഓക്കെ, ഇതാണ് ഏതെന്ന് വിളിക്കുന്നത് പ്രൊജക്റ്റ് ചീറ്റ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊജക്റ്റ് ചീറ്റ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ഇനി എന്താണ് പ്രൊജക്റ്റ് ചീറ്റ, അതിൻ്റെ ഫേസ് വന്ന എന്താണ്, ദ പ്രൊജക്റ്റ് സ്റ്റാർട്ടഡ് ഇൻ 2022. 2022 എന്ത് ചെയ്യുന്നത്, ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് to restore the population of cheetah which were declared extinct in the country in 1952 ആണ്. And it involves the translation of the cheetah from the South Africa and Namibia to Kundro National Park എന്നുള്ളതാണ്. And the project is implemented by the NTCA in collaboration with the Madhya Pradesh Forest Department and Wildlife Institute of India. WII ആണ്. And under the phase 2 of the project, India is considering sourcing cheetahs from Kenya due to the similar habits എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. And cheetahs will be translocated to Kunno National Park and Gandhi Sagar Wildlife Sanctuary. മധ്യപ്രദേശ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് ഭിത്തർകനിക നാഷണൽ പാർക്ക്. എന്താണ്, ദ വേൾഡ് ക്രോക്കോഡൈൽ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 17th June. 17 ജൂണിലാണ് എന്ത് ചെയ്യുന്നത്, വേൾഡ് ക്രോക്കോഡൈൽ ഡേ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഡേ ഈസ് ഗ്ലോബൽ അവയർനെസ് ക്യാമ്പയിൻ ഹൈലൈറ്റ് ദ പ്ലൈറ്റ് ഓഫ് ദ എൻഡേഞ്ചേർഡ് ക്രോക്കോഡൈൽ ആൻഡ് അലിഗേറ്റേഴ്സ് അറൗണ്ട് ദ വേൾഡ്. ഇതാണ് ഇതെന്തിൽ ന്യൂസിൽ വരാനുള്ള റീസൺ. ഇനി ഭിത്തർകനിക നാഷണൽ പാർക്കിനെ കുറിച്ച് നോക്കാം. എന്താണ് ഭിത്തർകനിക നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്, എന്താണ്, സ്പ്രെഡ് ഓവർ ദ വാസ്റ്റ് ഏരിയ ഓഫ് 672 കിലോമീറ്റർ ഇൻ ഒറീസ. ഏകദേശം ഒറീസയിൽ 672 കിലോമീറ്റർ ദൂരത്തിലാണ് എന്ത് പരന്ന് കിടക്കുന്നത്, ഭിത്തർകനിക നാഷണൽ പാർക്ക് എന്ത് ചെയ്യുന്ന പരന്ന് കിടക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രൂവ് ഇക്കോസിസ്റ്റം ഇൻ ഇന്ത്യ ആഫ്റ്റർ സുന്ദർബൻസ്. സുന്ദർബൻസിന് ശേഷം എന്താണ്, ഇന്ത്യയിലെ തന്നെ എന്താണ് സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രൂവ് ഇക്കോസിസ്റ്റമാണ്. ആൻഡ് ദ നാഷണൽ പാർക്ക് ഈസ് എസെൻഷ്യലി എ നെറ്റ്വർക്ക് ഓഫ് creeks and canals that are indented with the waters from the rivers Brahmani, Baitharani, Dhamma and Pathashala, forming a unique ecosystem എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. It is approximately the Bay of Bengal makes the soil of area enriched with salt, and the vegetation of the species of the sanctuary is comprised of those that are mainly found in the tropical and subtropical intertidal regions in the പ്രത്യേകതയാണ്. And it is the breeding place for the salt water crocodile ആണ്. And Gaharmada beach, which forms the boundary of the sanctuary in the east, is the largest colony of olive and ridley sea turtles എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ഭിത്തർകനിക എന്ന് പറയുന്നത് എന്താണ്, ഹോം ടു 8 വെറൈറ്റീസ് ആണ് കിങ്ഫിഷർ ബേർഡ്സ്, വിച്ച് ഈസ് ഓൾസോ റയറിറ്റി എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ഒന്നാണ് ഇത് പാർട്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ന്യൂസ് വന്നതുകൊണ്ടാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ടുകൾ. പാർട്ട് 1 പറയുന്ന ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ്. അതെന്തിനെക്കുറിച്ച് പറയുന്നത്, യൂണിയൻ ടെറിട്ടറി.
പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ സിറ്റിസൺഷിപ്പാണ്. പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആൻഡ് പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ എന്താണ് DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെക്കുറിച്ചും. പാർട്ട് 4A ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 5 ആർട്ടിക്കിൾ 52 മുതൽ 151 വരെ ഒന്ന് യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച്, അഥവാ എക്സിക്യൂട്ടീവ്, പാർലമെൻറ്റ്, പ്രസിഡൻറ്റ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് പ്രസിഡൻറ്റ്, ജുഡീഷ്യറി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെ കുറിച്ച്. പാർട്ട് 6 പറയുന്ന ആരെക്കുറിച്ചാണ്? ആർട്ടിക്കിൾ 152 മുതൽ 237 വരെ ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ഗവർണർ, ഹൈക്കോർട്ട്, സബോർഡിനേറ്റ് കോർട്ടുകളൊക്കെയാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ പാർട്ട് 7 എന്താണ്? ഒമിറ്റഡ് ആണ്, എടുത്തു കളഞ്ഞതാണ്. പാർട്ട് 8 എന്ന് പറയുന്നത് 239 മുതൽ 242 വരെ ദ യൂണിയൻ ടെറിട്ടറീസ്. ആൻഡ് പാർട്ട് 9 ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ O വരെ പഞ്ചായത്ത്. ആൻഡ് പാർട്ട് 9A ആർട്ടിക്കിൾ 243P മുതൽ 243G വരെ മുനിസിപ്പാലിറ്റീസ്. ആൻഡ് പാർട്ട് 9B ആർട്ടിക്കിൾ 243ZH മുതൽ 243ZT വരെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പാർട്ട് 10 244 മുതൽ 244A വരെ ദ ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്. പാർട്ട് 11 ആർട്ടിക്കിൾ 245 മുതൽ 263 വരെ റിലേഷൻസ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ്, ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ആണ്. ആൻഡ് പാർട്ട് 12 വരുന്നത് ആർട്ടിക്കിൾ 264 മുതൽ 300A ഫൈനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്ടാണ്. ആൻഡ് പാർട്ട് 13 ആർട്ടിക്കിൾ 301 മുതൽ 307 വരെ ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ആൻഡ് പാർട്ട് 14 വരുന്നത് ആർട്ടിക്കിൾ 308 മുതൽ 323 വരെ എന്താണ്? സർവീസ് അണ്ടർ ദ യൂണിയൻ ഓർ സ്റ്റേറ്റ്. ആൻഡ് പാർട്ട് 14A വരുന്നത് ആർട്ടിക്കിൾ 323 മുതൽ 323B വരെ ട്രൈബ്യൂണൽസ്. ആൻഡ് ആർട്ടിക്കിൾ 15 വരുന്നത് എന്താണ്? ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇലക്ഷൻസിനെ കുറിച്ച്. ആൻഡ് ആർട്ടിക്കിൾ പാർട്ട് 16 വരുന്നത് 330 മുതൽ 342A വരെ സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സർട്ടൈൻ ക്ലാസ്സസ് ആണ്, SC, ST, ബാക്ക്വേർഡ് ക്ലാസ്സസ്. ആൻഡ് പിന്നെ വരുന്നത് ഏതാണ്? പാർട്ട് 17 ആണ്. 343 മുതൽ 351 വരെ ഒഫീഷ്യൽ ലാംഗ്വേജ്. അതുപോലെ തന്നെ പാർട്ട് 18 വരുന്ന 352 മുതൽ 360 വരെ എമർജൻസി പ്രൊവിഷൻ. പാർട്ട് 19 വരുന്ന 361 മുതൽ 367 വരെ മിസ്സലേനിയസ്. പാർട്ട് 20 വരുന്ന ആർട്ടിക്കിൾ 368 അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് പാർട്ട് 21 എന്ന് പറയുന്നത് 369 മുതൽ 392 വരെ ടെമ്പററി, ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ്. ആൻഡ് പാർട്ട് 22 എന്ന് വിളിക്കുന്നതാണ് ആർട്ടിക്കിൾ 390 മുതൽ 395 വരെ ഷോർട്ട് ടൈറ്റിൽ, കമൻസ്മെൻറ്റ്, അതുപോലെ തന്നെ അതോറേറ്റീവ് ടെക്സ്റ്റ് ഇൻ ഹിന്ദി ലാംഗ്വേജ് റിപ്പീൽസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്താണ്? പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് ഇതിനുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് ഇത് UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്കാണ്. SDS എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ 9th എഡിഷൻ of the Sustainable Development Report released by UN Sustainable Development Solutions Network SDSN has highlighted that the world is significantly behind the schedule in the achieving the Sustainable Development Goals set by the United Nations 2015 ആണ്. ഇതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. ഇതിനെക്കുറിച്ച് നോക്കാം. 2012 എന്ത് ചെയ്യുന്നത്? UN ഇത്തരമൊരു നെറ്റ്വർക്കിന് എന്ത് ചെയ്യുന്നത്? തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ഫോർ അച്ചീവിങ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അറ്റ് ദി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലാണ്. അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് ഫോക്കസസ് ഓൺ മൊബിലൈസിങ് എക്സ്പെർട്ടൈസ് ബൈ കണക്റ്റിംഗ് യൂണിവേഴ്സിറ്റീസ്, റിസർച്ചേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നാഷണൽ ലബോറട്ടറീസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ഡെവലപ്പ് സൊല്യൂഷൻസ് ഫോർ ടാക്ലിംഗ് ക്രിട്ടിക്കൽ സസ്റ്റൈനബിലിറ്റി ചലഞ്ചസ്. ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ദ സെക്രട്ടേറിയറ്റ് ഓഫ് ദ SDSN ഈസ് ലൊക്കേറ്റഡ് ഇൻ പാരീസ് ആണ് ലൊക്കേഷൻ, ഫ്രാൻസിൽ. അതുപോലെ തന്നെ കുൽക്കാലുംബ, മലേഷ്യ ആൻഡ് ന്യൂയോർക്ക് US എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വണ്ണാണ് ഇനിഷ്യേറ്റീവ് റിലേറ്റഡ് ടു വേസ്റ്റ് മാനേജ്മെൻറ്റ്. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ബാംഗ്ലൂരു ഹാസ് പ്രപ്പോസ് ടു increase the solid waste management SWM cess to Rs 100 per month for each household in the order to cope up with the
ഹൈ ഫൈനാൻഷ്യൽ സ്ട്രെയിൻ ഇൻ ദ SWM പ്രോസസ്സാണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇറക്കിയ മറ്റ് ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016 ആൻഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് അമെൻമെൻറ്റ് റൂൾസ് 2022, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016, വേസ്റ്റ് ടു വെൽത്ത് പോർട്ടലാണ്. എന്താണ്? ഇറ്റ് എയിംസ് ടു ഐഡൻറ്റിഫൈ, ഡെവലപ്പ് ആൻഡ് ഡിപ്ലോയ് ദ ടെക്നോളജീസ് ടു ട്രീറ്റ് വേസ്റ്റ് ടു ജനറേറ്റ് എനർജിയാണ്. റീസൈക്കിൾ മെറ്റീരിയൽസ് ആൻഡ് എക്സ്ട്രാക്ട് റിസോഴ്സസ് ഓഫ് വാല്യൂ. അതുപോലെ തന്നെ വേസ്റ്റ് ടു എനർജി എന്താണ്? എ വേസ്റ്റ് ടു എനർജി ഓർ എനർജി ഫ്രം വേസ്റ്റ് plant converts municipal and industrial solid waste into electricity and heat for industrial processing ആണ്. ആൻഡ് പ്രൊജക്റ്റ് റീപ്ലാൻ ആണ്. എന്താണ്? ഇറ്റ് എയിംസ് ടു മേക്ക് carry bags by mixing processed and treated plastic waste with cotton fiber ranges in the ratio 20:80 എന്നുള്ളത് ഇവരുടെ കൊണ്ടുവന്ന സ്കീമുകളാണ്. പിന്നെ വരുന്നതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. എന്താണ് ന്യൂസ് വരാൻ കാരണം? റഷ്യ ഹാസ് shipped the first batch of 26 turbine hall pipeline valves, high pressure and low pressure gate valves for the കൂടംകുളം ന്യൂക്ലിയർ പവർ പ്രൊജക്ട് റിയാക്ടേഴ്സ് 5 and 16. ഇതാണ് ഇത് എന്തിൽ വരാനുള്ള കാരണം? ന്യൂസിൽ വരാനുള്ള എന്താണ് കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഓപ്പറേഷണൽ പവർ പ്ലാന്റുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഒന്നാണ് ഏത്? നറോറ അറ്റോമിക് പവർ പ്ലാന്റ്, അതുപോലെ തന്നെ എന്താണ് മദ്രാസ് അറ്റോമിക് പവർ പ്ലാന്റ് അഥവാ കൂടംകുളം, അതുപോലെ തന്നെ എന്താണ് കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, അതുപോലെ തന്നെ എന്താണ് ഇത് കൽപ്പാക്കമാണ് മാറിപ്പോയി, അതുപോലെ തന്നെ കൈഗ ജനറേറ്റിംഗ് സ്റ്റേഷൻ, അതുപോലെ തന്നെ താരാപൂർ അറ്റോമിക് പവർ പ്ലാന്റ്, അതുപോലെ തന്നെ ഖരഗ്പൂർ അറ്റോമിക് പവർ പ്ലാന്റ്, രാജസ്ഥാൻ അറ്റോമിക് പവർ പ്ലാന്റ് ഒക്കെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ് ഓപ്പറേഷണൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് ഇത് ഗ്രേറ്റ് നിക്കോബാർ ഐലാൻഡ്. എന്താണ്? റീസെൻ്റ്ലി the opposition party has described the proposed of Rs 72,000 crore infrastructure upgrade at the Great Nicobar Island as a grave threat to the island's indigenous inhabitants and fragile ecosystem and demanded immediate suspension of all clearance and through the impartial review of the proposed project including by the concerned parliamentary committees. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. എന്താണ്? ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സദേൺ മോസ്റ്റ് ലാർജസ്റ്റ് നിക്കോബാർ ഐലാൻഡ് ആണ്. സെപ്പറേറ്റ്ലി ഫ്രം ഇൻഹാബിറ്റഡ് 91 സ്ക്വയർ കിലോമീറ്റർ പാച്ച് മെയിൻലി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇൻ സൗത്ത് ഈസ്റ്റ് ബേ ഓഫ് ബംഗാൾ. ആൻഡ് ഇന്ദിര പോയിന്റ് ഓൺ ദ ഐലാൻഡ്, ഇന്ത്യാസ് സദേൺ മോസ്റ്റ് പോയിന്റ് ഈസ് ലൊക്കേറ്റഡ് 90 ന്യൂട്രീഷണൽ മൈൽസ് 17 കിലോമീറ്റർ ഫ്രം ദ സാംബാങ് അറ്റ് ദ നോർത്തേൺ ടിപ്പ് ഓഫ് Sumatra, the largest island of the Indonesian archipelago. And Andaman and Nicobar Island consist of 836 islands divided into two groups known as the Andaman Island located in the north and the Nicobar Island situated in the south, separate by 10-degree channel which 150 km wide. And Great Nicobar has two national parks, a biosphere reserve, small populations of the Shompen-Onge and Andamanese and Nicobarese tribal peoples and a few thousand non-tribal settlers. ഒക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് സിപ്രി. എന്താണ്? റീസെൻ്റ്ലി എ സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിപ്രി റിപ്പോർട്ട് വാസ് റിലേറ്റഡ് ദാറ്റ് highlight the increased risk and instability associated with the ongoing modernization and expansion of nuclear arsenal worldwide ആണ് ന്യൂസ്. എന്താണ് സിപ്രി എന്ന് വിളിക്കുന്നത്? ഇതെന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്? റിസർച്ചേഴ്സ് ഇൻ ടു കോൺഫ്ലിക്റ്റ്, അമാർമെൻറ്റ്സ് ആൻഡ് ആംഡ് കൺട്രോൾ ആൻഡ് ഡിസർബൻറ്റ് ആണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1966, അതായത് 1966 സ്റ്റോക്ക്ഹോം സ്വീഡനിലാണ് ഇത് വന്നത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഡാറ്റ അനാലിസിസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ബേസ്ഡ് ഓൺ ഓപ്പൺ സോഴ്സ് ടു പോളിസി മേക്കേഴ്സ്, റിസർച്ചേഴ്സ് ആൻഡ് മീഡിയ ആൻഡ് ഇൻട്രസ്റ്റഡ് പബ്ലിക് ഒക്കെയാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇത് സെക്യൂരിറ്റി ഇൻ പാർലമെൻറ്റ്. എന്താണ് ന്യൂസ് വരാൻ കാരണം? ഇൻ ഏപ്രിൽ 2024 ദ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് വാസ് ഹാൻഡ് ഓവർ ടു ദി സെക്യൂരിറ്റി ഓഫ് പാർലമെൻറ്റ് ആഫ്റ്റർ ആൻ എക്സ്ട്രാ ഓർഡിനറി സെക്യൂരിറ്റി ബ്രീച്ച് അറ്റ് പാർലമെൻറ്റ് ഹൗസ് ഇൻ 13th December 2023 ആണ്. പാർലമെൻ്ററി സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലോക്സഭ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമാണ്. ഏർലിയർ സെക്യൂരിറ്റി റെസ്പോൺസിബിലിറ്റി പാർലമെൻ്ററി സെക്യൂരിറ്റി സർവീസസിനായിരുന്നു, അതുപോലെ തന്നെ വാച്ച് ആൻഡ് വാർഡ് കമ്മിറ്റീസിന്. ആൻഡ് വാച്ച് ആൻഡ് വാർഡ് കമ്മിറ്റിയെ സെറ്റപ്പ് ചെയ്ത് ആരുടെ വല്ലഭായ് പട്ടേൽ പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. ദ കമ്മിറ്റി സെറ്റപ്പ് ആഫ്റ്റർ
Incident 8 April 29 when revolution Bhagat Singh was the Woodgesher that throw the bombs and pamphlets into assembly. ഇതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. The committee name was changed into 2009 to PWS which is under the control of the speaker. ഇതാണ് നിലവിൽ അതിൻ്റെ സ്റ്റാറ്റസ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഏത് മലേഷ്യ ക്യാപിറ്റൽ ആരാണ്? കുൽക്കാലുംപൂർ. എന്താണ് ന്യൂസിൽ വന്ന എ കമ്മ്യൂണിറ്റി ഓഫ് ദ സീ ഫെയറിംഗ് പീപ്പിൾ ഇൻ മലേഷ്യ ദ ഇൻഡിജിനസ് ബൈജു ആർ ദ ബീയിങ് എവിക്റ്റഡ് ടു മേക്ക് റാപ്പിഡ്ലി urbanization in ഷാഗ് മലേഷ്യൻ ബ്രൂണോ. ഓക്കെ, ഇതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചർ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഏതാണ്? ദ പാങ് ആണ്, ലോങ്ങസ്റ്റ് ഇൻ മലേഷ്യയാണ്. അതുപോലെ തന്നെ ദ രജൻ. അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ലേക്സ് ഏതാണ്? കെനിയർ, ബിഗ്ഗസ്റ്റ് മാൻ മെയ്ഡ് ലേക്കാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ. അതുപോലെ ബരാച്ചിനിയൊക്കെ ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് സ്ട്രേറ്റ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലാക്കയാണ് സൗത്ത് വെസ്റ്റ് ആൻഡ് ബലാക്ബാട്ട് സ്ട്രേറ്റ്. ഹയസ്റ്റ് പോയിൻ്റ് ഏതാണ്? മൗണ്ട് കിൻബാലു. പിന്നെ വരുന്നതാണ് തായ്ലാൻഡാണ്. ക്യാപിറ്റൽ ഏതാണ്? ബാങ്കോക്ക്. തായ്ലാൻഡ് സെനറ്റ് ഹാസ് അപ്രൂവൽ ബിൽ ടു ദി ലീഗലൈസ് സെയിം സെക്സ് മാരേജ് ആണ് ന്യൂസിൽ വരാനുള്ള കാരണം. ഇതിൻ്റെ ഹയസ്റ്റ് മൗണ്ടെയിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ ഇൻടാൻ ആണ്. മേജർ റിവേഴ്സ് മൂക്കോങ്, ചാങ്ങോ, ഭറിയാണ്. ക്ലൈമറ്റ് ട്രോപ്പിക്കൽ മൺസൂൺ ആണ്. നാച്ചുറൽ റിസോഴ്സസ് ടിൻ, റബ്ബർ, നാച്ചുറൽ ഗ്യാസ്, ടങ്സ്റ്റൺ, ടൈറ്റാനിയം, ടിംബർ തുടങ്ങിയവയാണ്. ഇനി 25 അർമേനിയാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ്? അർമേനിയ ഹാസ് ഒഫീഷ്യലി യുഗൻസ് പലസ്തീൻ ആസ് എ സ്റ്റേറ്റ്. ഇതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. ഇതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചർ ടോപ്പോഗ്രാഫി എന്താണ്? മൗണ്ടൈനിയസ് ടെറൈൻ വിത്ത് നോ ലോൺലാൻഡ് ആണ്. ഹയസ്റ്റ് പീക്ക് ഏതാണ്? മൗണ്ട് ആർഗസ് ആണ്. ആൻഡ് റിവേഴ്സ് എന്താണ്? അറസ് റിവേഴ്സ് ആണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഈ ആഴ്ചത്തെ കറണ്ട് അഫെയർ നോക്കാം. ഓക്കെ, താങ്ക് യു.